അപ്പോൾ ഗൈസ്, ഞാൻ കരുതി ഇന്നൊരു സൺഡേ ആണ്, ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്നൊരു നെയ്ച്ചോറ് അങ്ങോട്ട് പടച്ചാലോ എന്ന് കരുതി സത്യത്തിൽ. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയുള്ള സബോളയാണ് ഞാൻ ഈ ധൃതി പിടിച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ കത്തിവേഷത്തിനേക്കാൾ കൂടുതൽ തോന്നുന്നത് എന്താ പുലിവേഷം. ആക്ച്വലി രണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഞാനിട്ട ടോപ്പ് അതായിരുന്നു. പിന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് പോയി കുറച്ച് ലിപ്സ്റ്റിക്കും മുടി ചപ്ര പോലെ കിടക്കണുണ്ട്. അപ്പോൾ ഒരു ഹെയർ ബാൻഡ് എടുത്ത് വെച്ചു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാതും മാച്ചായി വന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഇതാണ് അരി. ഇവിടെ മേടിക്കാൻ കിട്ടുന്ന അരിയാണ്, സൈപ്രസിൽ കിട്ടുന്ന ഒരു തരം അരിയാണ്, ബാസ്മതി റൈസാണ്. എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ അതൊരു പാക്കറ്റ് എടുത്ത് മാറ്റി വെച്ചു. ഇതാണ് ഞാൻ അരി ഇളക്കണ കപ്പ്. ഈ കപ്പിലാണ് ഞാൻ അരി ഇളക്കണത്. ഇതാണ് അരി, റീസി ബാസ്മതി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 കപ്പ് അരി ഞാൻ അളന്നെടുത്തു, വാഷ് ചെയ്ത് അതവിടെ വെച്ചു. ഇതാണ് സ്റ്റാർ ഓഫ് ദ ഡേ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മിൽമയുടെ ഗീ. പിശുക്കിയാണ് യൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഗീ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് സവോള, കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ ഒരുപാട് സ്പൈസസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഈ 3 പേരുള്ളൂ. അപ്പോൾ അവരെ വെച്ചിട്ട് ഉപ്പും സ്റ്റാർ ഓഫ് ദ ഡേയും വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് കുക്കർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഗ്യാസ് കത്തിച്ചു. എൻ്റെ കുഞ്ഞു കുക്കറിനെടുത്ത് ഞാൻ ഗ്യാസിന് മുകളിൽ വെച്ചു. അതിനുശേഷം അതൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്തു. ഒരു സ്പൂണ് നെയ്യ് അതിലോട്ടിട്ടു. നെയ്യ് ചൂടായി വന്നു. ഉള്ള സ്പൈസസ് എൻ്റെ കയ്യിലുള്ളത് ഈ 3 സ്പൈസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതിട്ടു. അതിനുശേഷം അത് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ സവാള കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. സവാള നന്നായി ഒന്ന് സ്പൈസസായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു നല്ല രീതിയിൽ. അങ്ങനെ അതൊന്ന് സവാള ഒന്ന് വാടാൻ വേണ്ടി വെച്ചു. അതിനുശേഷം കുറച്ച് നേരം ഇളക്കി ഇത്രയധികം നേരം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വീഡിയോ പിടിക്കല്ലേ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു നല്ലോണം. അതിനുശേഷം ഞാൻ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ച ക്യാരറ്റും അതിലോട്ടിട്ടു. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഒഴിച്ചു. വേറെ ഒന്നുമില്ല, ചൂടുവെള്ളം മാത്രം ഒഴിച്ച്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് ഞാൻ എടുക്കാറുള്ള അളവ്. അതെനിക്ക് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് റൈസ് വെന്ത് കിട്ടാറുമുണ്ട്. സോ അങ്ങനെ എടുത്തു. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിള വന്നു. ഞാൻ തിളയ്ക്കണത് നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ അരി ഇടണമെങ്കിൽ 2 കൈയും വേണമല്ലോ, അതുകൊണ്ട് ഫോണോട് ചാരി വെച്ചു. അതിനുശേഷം അരി ഇട്ടു. ഇതൊരു തരത്തിലൊരു തട്ടിക്കൂട്ട് പ്രവാസി നെയ്ച്ചോറെന്ന് പറയാം. ഇതിൻ്റെ പേര് പ്രവാസി നെയ്ച്ചോറെന്നാണ് ഞാനിട്ടിരിക്കുന്ന പേര്. അങ്ങനെ അരി ഇട്ടു, ഇളക്കി. ഉപ്പിട്ടു, ഉപ്പിടാൻ മറക്കരുത്. എന്നിട്ട് ഇളക്കി. ഉപ്പ് കറക്റ്റാണോ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ടു, വെറുതെ ഒരു പ്രഹസനം. അതിനുശേഷം അതിനെടുത്ത് മാറ്റി അപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. കുറച്ചുള്ളി പൊരിച്ചിടാം, അല്ലാതെ വേറെ ഗാർണിഷ് ചെയ്യാൻ വേറെ അണ്ടിപ്പരിപ്പോ മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പ്രവാസികൾ അങ്ങനെയാണല്ലോ, ഉള്ളത് വെച്ച് അങ്ങനെ. അപ്പോഴത്തേക്കും അരി വെന്തിരുന്നു. അതൊക്കെ തുറന്ന് നോക്കി, പക്കയായിട്ട് വെന്ത് കിട്ടി.
കുഴഞ്ഞിട്ടോ ഒന്നുമില്ല. കറക്റ്റ് വെള്ളം, കറക്റ്റ് അരി വെന്ത് കിട്ടി. ഒരു 80% വെന്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ അതുപോലെ തന്നെ മൂടി വയ്ക്കും ഒരു 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് വെന്ത് കിട്ടും. അതിനുശേഷം ഉള്ളി വാട്ടിയെടുത്തു. ഉള്ളി നല്ലോണം മൊരിച്ച് കോരിയെടുക്കുക, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാനില്ല. പിന്നെ നമുക്ക് വലിയ ആഡംബരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളി വറുത്തെടുത്തു. ഉള്ളി ചെറുതായിട്ട് വാടി വന്നു. അത് കഴിഞ്ഞ് ഉള്ളീനെ എണ്ണയിൽ നിന്ന് കോരിയെടുത്തു. കണ്ടോ, കറക്റ്റായി വെന്ത് കിട്ടി. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പ്രവാസി ഉഡായിപ്പ് നെയ്ച്ചോറ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഉള്ള സാധനങ്ങൾ വെച്ച് സൂപ്പറായിട്ട് ഒരു അടിപൊളി ഉഡായിപ്പ് പ്രവാസി നെയ്ച്ചോറ്. പിന്നെ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ് യൂട്യൂബിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.